ഏറ്റുമാനൂരിൽ മക്കളെയും കൂട്ടി ജീവനൊടുക്കിയ ഷൈനിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി. ഷൈനിയുടെ വീട്ടിൽ നിന്നാണ് ഫോൺ കണ്ടെത്തിയത്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, നിർണായകമാണ് ഇതിൽ, അതായത് ഭർത്താവിൻ്റെ പീഡനം, ആത്മഹത്യാ ശ്രമം ഒക്കെ, ആത്മഹത്യാ പ്രേരണ കുറ്റമൊക്കെ നിലനിൽക്കണമെങ്കിൽ ഈ ഫോൺ അനിവാര്യമാണ്. ഈ ഘട്ടത്തിലാണ് ഫോൺ കണ്ടെത്തുന്നത്. എന്തൊക്കെ വിവരങ്ങൾ ഏറ്റവും പുതിയത്? അജിംഷാദ്, ഷൈനി ഉപയോഗിച്ചിരുന്ന ഫോൺ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇത് ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമായ തെളിവാണ്. കാരണം ഭർത്താവ് നോബി 28-ാം തീയതിയാണ് മക്കളുമായി ഷൈനി ആത്മഹത്യ ചെയ്യുന്നത്. 27-ാം തീയതി നോബി ഷൈനിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചിരുന്നു. എന്നാൽ നോബിയുടെ ഫോൺ പിടിച്ചെടുത്തിരുന്നുവെങ്കിൽ കൂടിയും അദ്ദേഹം ഈ വാട്സാപ്പ് സന്ദേശങ്ങൾ ഫോണിൽ നിന്നും പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഷൈനിയുടെ ഫോൺ ലഭിക്കുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രധാനപ്പെട്ട കടമ്പ. അത് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഫോൺ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി അതിന്റെ ലോക്ക് അഴിച്ചതിനു ശേഷം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി ഈ വാട്സാപ്പ് സന്ദേശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരും. അതോടുകൂടി ഈ കേസിൽ ഒരു നിർണായക തെളിവ് ലഭിക്കുമെന്നുള്ളതാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അത്തരത്തിലുള്ള പരമാവധി ശാസ്ത്രീയ തെളിവുകൾ, പ്രത്യേകിച്ച് ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രമാണ് ഇപ്പോൾ ഈ ഭർത്താവ് നോബിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കേസിൽ ഈ ഫോൺ നിർണായകമായി മാറുമ്പോൾ വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ അത് കോടതിയിൽ ഹാജരാക്കി നോബിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് അന്വേഷണ സംഘം വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ ഫോൺ. അജിംഷാദ്. ശരി സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.